സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി കെ. ആലിക്കുട്ടി മുസ്ലിയാര് 81 അന്തരിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, അന്തിമ ശുശ്രൂഷയുടെ വീഡിയോ കാണുന്നതിനായി ദയവായി വീഡിയോ അവസാനം വരെ കാണുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും അധ്യാപകനും സംഘടനാ നേതാവുമായിരുന്ന ആലിക്കുട്ടി മുസ്ലിയാര് 2016 മുതൽ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ. ആലിക്കുട്ടി മുസ്ലിയാര് വ്യാഴാഴ്ച 81 വയസ്സിൽ അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരൂർക്കാട് സ്വദേശമായ അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു അന്ത്യം. 1945 മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ കുന്നത്ത് മൂസ ഹാജിയുടെയും മദമ്പി ഇയത്തുട്ടിയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. മുത്തച്ഛനായ കുന്നത്ത് അലി ഹാജിയുടെ കീഴിൽ പ്രാഥമിക മതപഠനം നടത്തിയ ശേഷം നിരവധി പ്രശസ്ത ദർസ് സ്ഥാപനങ്ങളിൽ ഉന്നത ഇസ്ലാമിക പഠനം നടത്തി. 1964 ജാമിഅ നൂരിയയിൽ ചേർന്ന അദ്ദേഹം 1968 ഫൈസി ബിരുദം നേടി. ഷംസുൽ ഉലമ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, തെഴക്കോട് കുഞ്ഞാലവി മുസ്ലിയാർ, പെരിന്തൽമണ്ണ സൈദാലി മുസ്ലിയാർ, വളപുരം കെ. ടി. മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുൽ ഖാദർ കായി മുസ്ലിയാർ, പെരുമ്പലം ബാപ്പുട്ടി മുസ്ലിയാർ എന്നിവരാണ് അദ്ദേഹത്തിന്റെ പ്രമുഖ ഗുരുക്കന്മാർ. ചെറുപ്പം മുതൽ തന്നെ നേതൃത്വഗുണം പ്രകടിപ്പിച്ച അദ്ദേഹം 16-ാം വയസ്സിൽ തിരൂർക്കാട് മഹൽ പള്ളിയിലെ ഖത്തയിബായും 20-ാം വയസ്സിൽ മഹൽ കാസിയായും നിയമിതനായി. മീനാർക്കുഴി ദർസിൽ അധ്യാപന ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ചെമ്മങ്കടവ് ദർസിലും സേവനമനുഷ്ഠിച്ചു. 1979 ജാമിഅ നൂരിയയിൽ അധ്യാപകനായി ചേർന്ന അദ്ദേഹം 2003 പ്രിൻസിപ്പലായി ചുമതലയേറ്റു. സമസ്തയുടെയും അനുബന്ധ സംഘടനകളുടെയും നിരവധി സുപ്രധാന പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. സമസ്ത പെരിന്തൽമണ്ണ താലൂക്ക് സെക്രട്ടറി, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, സമസ്ത മുഷാവറ അംഗം, 1992 മുതൽ 2016 വരെ വൈസ് ജനറൽ സെക്രട്ടറി, 2010 മുതൽ സമസ്ത ജോയിന്റ് സെക്രട്ടറി, 2016 മുതൽ സമസ്ത ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ വൈസ് പ്രസിഡന്റായും ജാമ്യ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസ്ഫോജനയുടെ നേതാവായും സേവനമനുഷ്ഠിച്ചു. അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായ അദ്ദേഹം ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, സെനഗൽ എന്നിവിടങ്ങളിലെ സമ്മേളനങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുകയും ഇസ്ലാമിക പഠനത്തെയും സൂഫിസത്തെയും കുറിച്ചുള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മുസ്ലിം വേൾഡ് ലീഗിന്റെ ഇസ്ലാമിക് ഫിഖ് കൗൺസിൽ അംഗമായും ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ EFLU സിലബസ് രൂപീകരണ സമിതിയിലും അദ്ദേഹം പ്രവർത്തിച്ചു. 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായും ആ സ്ഥാനത്തെത്തിയ ആദ്യത്തെ മന്ത്രിയല്ലാത്ത വ്യക്തി, 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. സംസ്ഥാന മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും അൽ മുഅല്ലിം, അൽ നൂർ, സുന്നി അഫ്കാർ മാസികകളുടെ ചീഫ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരവും കബറടക്കവും മലപ്പുറം ജില്ലയിലെ സ്വന്തം നാടായ തെരൂർക്കാട്ടെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, കെ. ആലിക്കുട്ടി മുസ്ലിയാറിന്റെ കുടുംബാംഗങ്ങൾക്കായി നിങ്ങളുടെ അനുശോചനങ്ങളും പ്രാർത്ഥനകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇത്തരത്തിലുള്ള വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.